എല്ലാവരും തന്നെ UDFിൻ്റെ എല്ലാ പ്രവർത്തകരും അതിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കുവാനുള്ള അവസരം ലഭ്യമായി. ആ അവസരം ഞങ്ങൾ മുതലാക്കി എടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യം മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഈ സംസ്ഥാനത്ത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങളും നിങ്ങൾ തന്ന അനുഗ്രഹവും ഒക്കെ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ആളാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ തീവെട്ടിക്കൊള്ളയാണ്. ആ തീവെട്ടിക്കൊള്ള അതിനെ ആളുകൾ ഇന്ന് ജയിലിൽ കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. എങ്കിലും ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഭൂരിപക്ഷത്തോട് കടന്നു വരാനുള്ള അവസരം ഈ ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. ശബരിമല വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. പക്ഷേ അത് അനുകൂലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഗവൺമെൻറ് നിറവേറ്റി, സർക്കാർ നിറവേറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി. എന്ത് രാഹുലിന്റെ വിഷയത്തിന് സഹായിച്ചല്ലേ? അതൊക്കെ പിന്നെ പറയാം. അതൊക്കെ പറയേണ്ട സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് വളരെ പ്രമാദമായ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നത്. ഇപ്പോൾ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഇത്തരം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഇത്തരത്തിലുള്ള ആളെ അറസ്റ്റ് ചെയ്തതിനകത്ത് സർക്കാരിന്റെ? ഞാനത് ആ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി നൽകിയത്. ദിലീപിന് നീതി കിട്ടിയെന്ന് അടൂർ പ്രകാശ് പറയുന്നുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നുകൂടി അടൂർ പ്രകാശ് പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.